നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സമസ്ത ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ളതാണ്. അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതിലെന്ത് മറുപടി ഉണ്ടാകുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറാണ്. ചില വിവരങ്ങൾ പുറത്തു വന്നുവെങ്കിലും ആത്യന്തികമായി ഈ കരാർ ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. സാമ്പത്തിക വിദഗ്ധർ ഈ വിഷയത്തിൽ പ്രതികരിക്കും. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ: നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സമസ്തയുടെ രാഷ്ട്രീയ ബോംബ്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം. എറണാകുളവും ഇടുക്കിയും പാലക്കാടും പുനർനിർണയിക്കണം. 100ാം വാർഷികത്തിൽ പ്രമേയം പാസാക്കി സമസ്ത. ഇന്ത്യ US വ്യാപാര കരാറിന്റെ നേട്ടമാർക്ക് ചർച്ച ചെയ്ത് സാമ്പത്തിക ലോകം. US കുറയ്ക്കുന്നത് കഴിഞ്ഞ വർഷം കൂടിയ അധിക തീരുവ. ഇന്ത്യ കുറയ്ക്കുന്നത് കാർഷിക മേഖലയിലെ തീരുവയടക്കം. ഇടക്കാല കരാർ മാർച്ചിൽ. ആന്റണി MP അന്വേഷണ കുരുക്കിൽ. ഇഡിക്ക് പുറമെ SITയും. ഇഡി അന്വേഷിക്കുന്നത് 2 കോടി വാങ്ങിയെന്ന നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയുടെ വെളിപ്പെടുത്തൽ. SIT അന്വേഷിക്കുന്നത് പോറ്റിയുമായുള്ള ബന്ധം. മണിയൻപിള്ള രാജുവിന്റെ കാറിടിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ബോധപൂർവം വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച്. പോലീസ് രാത്രി തന്നെ വീട്ടിലെത്തി അന്വേഷിച്ചു. രാജു പോലീസിനെ വിളിച്ചുവെന്നത് വിശ്വസനീയമല്ലെന്നും റിപ്പോർട്ടിൽ. മണിയൻപിള്ള രാജുവിന്റെ ഫോൺ കോൾ രേഖകൾ ശേഖരിക്കുന്നു. സ്പാ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾ സംസ്ഥാനം വിട്ടെന്ന സൂചന. 4 പേരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. കൂടുതൽ പേർക്കെതിരെ കേസെടുക്കും. അതിജീവിതയുടെ സഹപ്രവർത്തകയിലേക്കും സുഹൃത്തിലേക്കും അന്വേഷണം. ഗുണ്ടാ പോലീസ് കൂട്ടുകെട്ടിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ഡൊണാൾഡ് ട്രംപിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ? വെളിപ്പെടുത്തലുമായി ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആദം ജെയിംസ്. തലച്ചോറ് ചുരുങ്ങുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഡൊണാൾഡ് ട്രംപിന് 4 മാസത്തെ ആയുസ് മാത്രമേ ശേഷിക്കുന്നുള്ളൂവെന്നും ആദം ജെയിംസ്. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നരേന്ദ്രമോദി മലേഷ്യയിൽ. മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച. വ്യാപാര സുരക്ഷാ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്ന കരാറുകൾ ഒപ്പുവെക്കും. ഇത് എൻ്റെ ശ്രദ്ധയിൽ ഒരു ചാനൽ പെടുത്തി. അപ്പോൾ തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ, പഞ്ചായത്ത് ഭാരവാഹികളെ, ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു. അവർക്ക് അടിയന്തരമായ സാമ്പത്തിക സഹായം ഇപ്പോൾ ഓൾറെഡി തന്നെ അവർ ഒരു 3 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടി ഇപ്പോൾ ചികിത്സിക്കുന്നത് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. അവിടുത്തെ പ്രധാനപ്പെട്ടവരെല്ലാം ഞാൻ തന്നെ വിളിച്ചു. അവർ സാമ്പത്തികം നോക്കേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാ ചികിത്സാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഇപ്പോൾ ഞാൻ തന്നെ നിർദ്ദേശിച്ചു. ആ വാക്ക് പാഴ്വാക്കായി. തെരുവുനായ ആക്രമണത്തിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് ശരീരം തളർന്ന 18കാരന് ഇന്നും ദുരിത ജീവിതം. ചികിത്സ ഏറ്റെടുക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം. ന്യൂസ് 18 ഫോളോ അപ്പ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കലാശ പോരാട്ടം. കേരളത്തിന് എതിരാളികൾ സർവീസസ്. കേരളത്തിന്റെ ലക്ഷ്യം 8ാം കിരീടം. പോരാട്ടം അസമിലെ ദഖ്വാഖാനയിൽ. വിശദമായ വാർത്തയിലേക്ക് തന്നെ ആദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് സമസ്ത ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം, അത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നാണ്. ജില്ലയിൽ 45 ലക്ഷത്തിലധികം ജനങ്ങളുണ്ട്. എറണാകുളവും ഇടുക്കിയും പാലക്കാടും പുനർനിർണയിക്കണം എന്ന ആവശ്യവും സമസ്ത മുന്നോട്ട് വെക്കുന്നു. 100ാം വാർഷികത്തിൽ ഈ പ്രമേയം പാസാക്കുമ്പോൾ ഞെട്ടിയത് അമ്പരന്ത് രാഷ്ട്രീയ വൃത്തങ്ങളാണ്. തമിഴ്നാട് മാതൃകയാക്കാനാണ് സമസ്തയുടെ നിർദ്ദേശം. ഉമർ ഫൈസി മുക്കം അവതരിപ്പിച്ച പ്രമേയം ഭരണ പ്രതിപക്ഷ കക്ഷികളെ വെട്ടിലാക്കുമോ എന്ന ചോദ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇരിക്കെ 100ാം വാർഷിക ആഘോഷ ചടങ്ങിൽ സമസ്ത ഇക്കാര്യം ആവശ്യപ്പെടുന്നത് മലപ്പുറത്ത് വലിയ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ജില്ലാ പുനർനിർണയം അനിവാര്യമാണെന്നും കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് തീരുമാനം നടപ്പിലാക്കണം എന്നുമാണ് പ്രമേയത്തിൽ സമസ്ത ആവശ്യപ്പെടുന്നത്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് പുതിയ ജില്ലാ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്നും പ്രമേയത്തിൽ സമസ്ത ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്താണ് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ തരത്തിലുള്ള പുനർനിർണയം വേണം എന്ന ആവശ്യം സമസ്ത മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഈ വിഷയത്തിൽ KV ബൈജു ചേരുകയാണ്. ബൈജു, ഇത്
വളരെ പ്രധാനപ്പെട്ട നേരത്തെ മുസ്ലിം സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്ന ഒരു സംഗതിയാണ്. നമുക്ക് അറിയാം ആ വിഷയം. ഇപ്പോൾ സമസ്ത കൂടി ഈ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾക്കും തള്ളിക്കളയുക അത്ര എളുപ്പമല്ല. കുറഞ്ഞപക്ഷം ഈ വിഷയത്തിൽ ഒരു ചർച്ചയെങ്കിലും വേണ്ടിവരും. തീർച്ചയായും രഞ്ജിത്തെ, ഒരു രാഷ്ട്രീയ ബോംബ് എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഈ സമസ്തയുടെ 100ാം വാർഷികാഘോഷ സമ്മേളനത്തിൽ പ്രമേയമായി അപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിരവധി പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 20ഓളം പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വലിയ പ്രാധാന്യമുള്ള പ്രമേയങ്ങളുണ്ട്. പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രമേയമായി ഇത് മാറുകയാണ്. ഉമർ ഫൈസി മുക്കം അവതരിപ്പിച്ച, അതായത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ഒരു ആവശ്യം. അതിൽ ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ്. ഈ പരിപാടി ഇന്ന് 4:30 മണിയോടുകൂടിയാണ് ഇതിന്റെ സമ്മേളനം നടക്കുന്നത്, പൊതുസമ്മേളനം നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം വി ഡി സതീശനും പ്രതിപക്ഷ നേതാവും ഒരേ വേദിയിലെത്തുന്നതാണ് പ്രധാനം. ആ വേദിയിൽ എന്താണ് ഇവരുടെ നിലപാട്? ഈ സംഭവത്തിൽ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ, അതല്ല പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഇതിൽ എന്തായിരിക്കും പ്രതികരണം? അത് ഏറ്റവും പ്രധാനമാണ്. എന്തായാലും സമസ്തയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിലായി വലിയ തോതിലുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, അതുപോലെ തന്നെ ആത്മീയ പ്രഭാഷണങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സമ്മേളനമാണ്. അതിനാണിപ്പോൾ സമാപനം കുറിക്കുന്നത്. ഇന്ന് വൈകിട്ട് 10 ലക്ഷത്തോളം ശുഭ്രവസ്ത്രധാരികൾ പങ്കെടുക്കുന്ന വലിയ റാലി ഉണ്ടാകും. എന്തായാലും ഇന്ന് കുണിയ ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമാവുന്നത് ഇത് തന്നെയാണ്. വൈകിട്ട് നടക്കുന്ന ഈ ഒരു പരിപാടി തന്നെയാണ്. ദേശീയ തലത്തിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. സമാപന സമ്മേളനത്തിലും അത്തരത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും ഈ മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു തുടക്കമിട്ട ചർച്ച അത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ രാഷ്ട്രീയ കേരളം ചർച്ചയാകും. പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം, ഇത്തരത്തിലുള്ള ഒരു പ്രമേയം സമസ്ത കൊണ്ടുവരുന്നതെന്നതും ഏറ്റവും പ്രധാനമാണ്. ഇതിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 45 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ എത്തണമെങ്കിൽ മലപ്പുറം ജില്ല വിഭജിച്ചാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതോടൊപ്പം ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തി ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അത് നിറവേറ്റണമെന്ന് തന്നെയാണ് സമസ്ത പറയുന്നത്. അതോടൊപ്പം ഒരുപാട് പ്രമേയങ്ങൾ ഈ ഒരു വിഷയത്തിൽ പല സംഭവത്തിലും ഇതിൽ സമ്മേളനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സമസ്ത കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെല്ലാം വലിയ ചർച്ചകൾ ഉയരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പ്രതിപക്ഷ നേതാവ് UDF-നെയും വീട്ടിലാക്കുന്ന തരത്തിലുള്ള വലിയ പ്രമേയങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ എല്ലാം ഒരു മറുപടി ഇന്ന് എന്തായിരിക്കും? ഈ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഇത് പരാമർശിക്കുമോ? പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഇതിന് അനുകൂലമായ ഒരു പരാമർശം ഉണ്ടാകുമോ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏതായാലും വൈകിട്ട് 4:30 കൂടിയാണ് ഈ ഒരു പൊതുസമ്മേളനം, ഇതിന്റെ സമാപന പൊതുസമ്മേളനം നടക്കുക. ആ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രി ഉണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രി ഉണ്ട്. അങ്ങനെ വലിയൊരു പരിപാടി, അതിന്റെ സമാപനമാണ്. കുടിയ എന്ന് പറയുന്ന ദേശീയ പാതയോരത്ത് ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ വലിയ തോതിൽ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യമായിരുന്നു. 30,000-ഓളം പ്രതിനിധികൾ 4 ദിനരാത്രങ്ങളിലായി ഇവിടെ തങ്ങിയാണ് ഈ ഒരു സമ്മേളനം മുന്നോട്ട് പോയത്. ഇന്ന് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് ഈ സമസ്ത പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സമസ്തയുടെ ഈ സമ്മേളനത്തിൽ. പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വൈകുന്നേരം. സ്വാഭാവികമായും ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. മുഖ്യമന്ത്രിയും സതീശനുമാണ് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ മറുപടി പറയാൻ പ്രാപ്തിയുള്ളവർ. പക്ഷെ അവർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിലേക്ക് കടക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അത് ഈ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്താൻ സംസ്ഥാന നേതാക്കൾ തയ്യാറായാൽ അതിന് മറുപടി പറയേണ്ടി വരും. എന്തെങ്കിലും തരത്തിലുള്ള മറുപടി, അതിലേക്ക് വരാം. സന്ദീപ് വാചസ്പതി BJP നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. സന്ദീപ്, ഇപ്പോൾ സമസ്ത ആവശ്യപ്പെട്ടിരിക്കുന്നത് 45 ലക്ഷത്തിലധികം ജനങ്ങൾ മലപ്പുറത്തുണ്ട്. അവിടെ ഭരണനിർവഹണപരമായ നിരവധി പ്രശ്നങ്ങളുണ്ട്, ജനസംഖ്യാനുപാതികമായുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് വിഭജിക്കുകയും 2 ജില്ലകൾ രൂപീകരിക്കുകയും ചെയ്യണമെന്നാണ് മുസ്ലിം സംഘടനകൾക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ സമസ്ത കൂടി മുന്നോട്ട് വെക്കുന്നത്. അല്ല, ഇതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ ജനസംഖ്യാ വർധനവുണ്ടാക്കുക, അതിനുശേഷം ആ പ്രദേശം തങ്ങളുടേതാക്കി മാറ്റി അവിടേക്ക് ഈ പറഞ്ഞതുപോലെ ശരിയത്ത് നിയമം കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഒരു ലോങ് ടേം അജണ്ടയുടെ ഭാഗമാണിത്. 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന
ജമായത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും അടക്കമുള്ള മത തീവ്രവാദ സംഘടനകൾ നിലപാട് തന്നെയല്ലേ ഇത്? ഇപ്പോൾ ഇവര് വികസനത്തിന്റെ പേരാണ് പറയുക. നിങ്ങൾ നോക്കൂ, മുസ്ലിം ഭൂരിപക്ഷമുള്ള പുതിയ പുതിയ ജില്ലകൾ, പ്രദേശങ്ങൾ സൃഷ്ടിച്ച് പ്രദേശങ്ങൾ കൈയടക്കി 2047 ആകുമ്പോഴേക്കും ഇത് ചെയ്യുക. ഇത് തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് ഭരണഘടനാപരമായ ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത്, ഭരണഘടനാപരമായ സൊല്യൂഷനാണ് ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായും ജനസംഖ്യ കൂടുമ്പോൾ ജില്ലകൾ വിഭജിക്കുക, ഭരണ സൗകര്യത്തിന് വേണ്ടി വികസനം എത്താനൊക്കെ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായ നടപടികളാണ്. അത് നടക്കേണ്ടതുമാണ്. അത് കേൾക്കുന്ന സമയത്ത് ആർക്കും അതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് അനിയന്ത്രിതമായ ജനസംഖ്യ തന്നെയാണ്. അതിനാണ് ഈ രാഷ്ട്രത്തിൽ സിവിൽ കോഡ് കൃത്യമായി കൊണ്ടുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പറയുന്നത്. ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിന്റെ ജനസംഖ്യ കൂടുകയും പ്രദേശങ്ങൾ മുഴുവൻ അവരുടെ കൈകളിലേക്ക് പോകുന്നതിനകത്ത് ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. ആ അസന്തുലിതാവസ്ഥയാണ് നാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ ഒരു ആവശ്യം എറണാകുളവും ഇടുക്കിയും പാലക്കാടും അത് ഭരണനിർവഹണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ഗതാഗത കുരുക്കടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ്. ആ ജില്ലകളിലും ഒരു പുനഃക്രമീകരണം വേണം എന്നാവശ്യപ്പെടുകയാണ്. ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ ആവശ്യത്തിനൊപ്പം നിൽക്കണം എന്ന നിലപാട് കൂടി മുന്നോട്ട് വെക്കുന്നു. ഇന്ന് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ വൈകിട്ട് ഇവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. സന്ദീപ്, അല്ല, അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ നേതൃത്വങ്ങളെ അവരിപ്പോൾ അത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് സമ്മർദ്ദത്തിലാക്കുകയാണ്. സ്വാഭാവികമായും ജനസംഖ്യ കൂടുമ്പോൾ ഭരണ സൗകര്യത്തിന് വേണ്ടി, ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ചെറിയ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതിനകത്തൊന്നും നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. എനിക്കൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് തന്നെ ചെറിയ ഭരണ സംവിധാനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം മതമാകുമ്പോൾ, ജനസംഖ്യ ആകുമ്പോഴുള്ള പ്രശ്നമാണ്. അവിടെയാണ് ഈ ഇഷ്യൂ ഉണ്ടാവുക. എല്ലാത്തിനകത്തും മതം കലർത്തുകയാണ്. ഞങ്ങളുടെ ആൾക്കാർ കൂടുതലായി, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക ജില്ല വേണം. എന്തായിരുന്നു മലപ്പുറം ജില്ല ഉണ്ടാകാനുള്ള കാരണം? മലപ്പുറം ജില്ല ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം മതമായിരുന്നുവല്ലോ. ആ കൂടുതലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേക ജില്ല, ആ പ്രത്യേക ജില്ലയിലുള്ള ആൾക്കാർ വളർന്ന് വലുതായപ്പോൾ വീണ്ടും അടുത്ത ജില്ല. അപ്പൊ ഇങ്ങനെ ജില്ലകൾ ഇങ്ങനെ കൈയടക്കുകയാണ് മതത്തിന്റെ പേരിൽ. ഈ അസന്തുലിതാവസ്ഥയാണ് നാം അപകടകരമായി ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ഭരണ സംവിധാനത്തിന് വേണ്ടിയോ ഭരണക്രമത്തിന് വേണ്ടിയോ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയോ പുതിയ റവന്യൂ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ആരാണെതിര്? അതല്ലല്ലോ. ഇതിന്റെ അടിസ്ഥാനം മതമാകുന്നതിനെയാണ് നാം എതിർക്കുന്നത്. ശരി, നന്ദി. സന്ദീപ് വാചസ്പതിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും സമസ്ത മുന്നോട്ട് വെച്ച ആ ആവശ്യം അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാകുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സാഹചര്യത്തിൽ ഈ ആവശ്യം സമസ്ത ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് മുസ്ലിം സംഘടനകൾ കൂടി ഇത് ഏറ്റെടുക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. ശ്രീ എ സജീവൻ, മാധ്യമപ്രവർത്തകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ സജീവൻ, ഇത് ആദ്യമായല്ല ഇത്തരമൊരു ആവശ്യം മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് ഉയർന്നു വരുന്നത്. അത് BJP പറയുന്നത് സാമുദായികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കും എന്നാണ്. മതവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. ഇതിനെ എന്താണ് മുന്നോട്ട് വെക്കുന്നത് മറ്റു തരത്തിലാണ് എങ്കിൽ പോലും എന്നാണ്. കടുത്ത എതിർപ്പുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു ജില്ല വിഭജിക്കുക എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട, അല്ലെങ്കിൽ അത് സാങ്കേതികമായിട്ട് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്, സമുദായ സംഘടനകൾ അതിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുന്നത് തീർച്ചയായിട്ടും മറ്റ് പ്രശ്നങ്ങൾ, സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. ഇപ്പോൾ തന്നെ സമസ്ത ഈ കാര്യം ഉന്നയിച്ചു. നേരത്തെ തന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യം പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതില് ഒരു സമുദായ സംഘടന പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് മറുപുറത്ത് അതിനേക്കാൾ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടാകും. ഇത് സമൂഹത്തിനിടെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും, കേരളത്തിൽ പോലും അല്ല, കേരളത്തിന് പുറത്തു പോലും ഈ രീതിയിലുള്ള സാമുദായികമായിട്ടുള്ള വിഭജനത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ അതുകൊണ്ട് സാമുദായിക സംഘടനകളല്ല, മലപ്പുറം ജില്ല വിഭജിക്കാവുന്ന കാര്യം ഒന്ന് അതിൽ ജനസംഖ്യയുടെ കണക്ക്, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ വ്യാപ്തി, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരു ജില്ല വിഭജിക്കുക. ആവശ്യത്തിലേറെ ഒരു ജില്ലയിൽ ഒതുങ്ങാത്തത്ര ജനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വിഭജിക്കേണ്ടതാണ്. അത് രാഷ്ട്രീയമായിട്ട് നിയമസഭയിൽ ചർച്ച ചെയ്തിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. അതിന് പകരം സാമുദായിക സംഘടനകൾ ആ ആവശ്യം, അവർക്കൊക്കെ ആവശ്യമൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് സമുദായത്തിന്റെ പേരിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാവുന്ന പോലെ ഈ മലപ്പുറം ജില്ലയുടെ അത് തീരുമാനമെടുത്തത് EMS സർക്കാരിന്റെ കാലത്താണ്. പക്ഷേ അതിപ്പോ ഒരു പറഞ്ഞു വരുന്ന രീതി എന്ന് പറയുന്നത് എതിരാളികളാണെങ്കിലും അനുകൂലിക്കുന്നവർ ഞങ്ങളുടെ ജില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു
ഒരു തരംതിരിവ് അവിടെ ഉണ്ടാക്കിയിട്ട് മലപ്പുറത്തിനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു സമുദായത്തിൻ്റെത് ആക്കി മാറ്റുന്ന രൂപത്തിലേക്ക് രണ്ട് വിഭാഗവും, ഞാൻ ഒരു വിഭാഗത്തെ അല്ല പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. അപ്പൊ അത് സത്യത്തിൽ അവിടെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ എല്ലാ വിഭാഗം ജനങ്ങളും, ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കാണെങ്കിലും പോലും എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ഒരുമയോടുകൂടി ജീവിച്ചു പോകുന്ന സ്ഥലമാണ്. ആ ജില്ല വിഭജിക്കണമെങ്കിൽ അതിൽ ജനസംഖ്യ എത്ര കൂടുതലുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള വ്യാപ്തി, സ്ഥലത്തിന്റെ വ്യാപ്തി കൂടുതലുണ്ട്, അത് ഒരു പ്രത്യേക ഭരണകൂടത്തിന്, ജില്ലാ ഭരണകൂടത്തിന് ഭരിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ തീരുമാനമാണ്, നിയമസഭ ആണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും അതാണ് സജീവനാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ശ്രീ സി കെ ഷാക്കീർ കൂടിയുണ്ട്, മുസ്ലിം ലീഗ് നേതാവ്. ഷാക്കീർ, ഇപ്പോൾ സമസ്ത മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ലീഗിന്റെ നിലപാട് വളരെ പ്രധാനമാണല്ലോ. ഒപ്പം ഇത് സാമുദായികമായ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും എന്നുള്ള BJPയുടെ വാദം കൂടിയുണ്ട്. ഇത് ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടത് മതസംഘടനകളല്ല, ഭരണപരമായി തീരുമാനമെടുക്കേണ്ട വിഷയമാണ് എന്ന അഭിപ്രായവും രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്താണ് താങ്കളുടെ നിലപാട്? അല്ല, ഇതില് സമസ്ത മാത്രമല്ലല്ലോ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ജനാധിപത്യ രാജ്യത്ത് സർക്കാരുകളോട് സ്വാഭാവികമായും ജനങ്ങൾക്കും സംഘടനകൾക്കും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ മുസ്ലിം ലീഗ് പാർട്ടി ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ തീരുമാനങ്ങളിലേക്കോ പോയതായി അറിവില്ല. ഞാൻ യൂത്ത് ലീഗിന്റെ ഭാരവാഹി നിലക്ക് പറയുകയാണ്. പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഈ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ നടത്തിയ ജാഥയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അതിലും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തതാണ്. അദ്ദേഹമായിരുന്നു അതിന്റെ ഉദ്ഘാടകൻ. ആ ജാഥയിലും അതിന്റെ നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ ഈ കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ മലപ്പുറത്ത് എല്ലാ സംഘടനകളും നടന്നിട്ട് കൂടിയിട്ടുള്ള ഒരു പരിപാടി ഇതേപോലെ AP സുന്നികൾ സംഘടിപ്പിച്ചിരുന്നു. അതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ BJPയുടെ ഒരു പ്രതിനിധി പറഞ്ഞതും സജീവൻ പറഞ്ഞതും ഞാൻ കേട്ടു. ഇവരൊക്കെ യഥാർത്ഥത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നോക്കാതെ ഏത് ആവശ്യങ്ങളെയും സാമുദായിക കണ്ണോടുകൂടി അതുപോലെ തന്നെ വർഗീയത ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 2021 മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിന്റെ ചിറക് പരിപാടിയിൽ വെച്ചിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. കേരളത്തിലെ ജില്ലകളെ പുനഃക്രമീകരിക്കണമെന്നാണ് ആ പ്രമേയത്തിൽ ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം. പലരും ഇതുപോലെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഒരു ബോധ്യം എന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പുതിയ തരത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ എടുത്താൽ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഇപ്പോ പുതിയ കണക്കനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഈ 3.5 കോടി ജനങ്ങളിൽ അതിന് സമാനമായ ഈ 8 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. നേരത്തെ സംസാരിച്ച BJPയുടെ സുഹൃത്തും അതുപോലെ തന്നെ സജീവനും മറ്റ് നമ്മൾ ഈ ചർച്ച വിവാദമാക്കാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടചിന്താഗതിക്കാരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡാറ്റ ഞാനിവിടെ പറയുകയാണ്. ഈ ചർച്ച അങ്ങനെ ഒരു ഉപകാരപ്പെടട്ടെ. ഒറീസയിൽ 4.5 കോടി ജനങ്ങളുണ്ട്, 30 ജില്ലകളാണ് അവിടെയുള്ളത്. തെലങ്കാനയിൽ 3.5 കോടി ജനങ്ങളുണ്ട്, 30 ജില്ലയുണ്ട്. ജാർഖണ്ഡിൽ 4 കോടി ജനങ്ങളുണ്ട്, 24 ജില്ലയുണ്ട്. ആസാമിൽ 3.5 കോടി ജനങ്ങളാണ്, 35 ജില്ലയുണ്ട്. നോക്കണം നിങ്ങൾ, കേരളത്തെ പോലെ ജനങ്ങളുള്ള ആസാമിൽ 35 ജില്ലകളുണ്ട്, ഇവിടെ 14 ഉള്ളൂ. പഞ്ചാബിൽ 3 കോടി ജനങ്ങളുണ്ട്, 23 ജില്ലയുണ്ട്. ഛത്തീസ്ഗഡിൽ 3 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ 33 ജില്ലകളുണ്ട്. ഹരിയാനയിൽ 3 കോടി ജനങ്ങളാണുള്ളത്, നമ്മുടെ കേരളത്തെക്കാൾ കുറവാണ്, അവിടെ 22 ജില്ലയുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ, ഈ 8 സംസ്ഥാനങ്ങളിലും ഭൂരിഭാഗം BJP ഭരിക്കുന്നവയാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ 1949 തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ ജില്ലകളാണ് ഉണ്ടായിരുന്നത്. 57 മലബാർ ജില്ല വിഭജിച്ച് കണ്ണൂരും കോഴിക്കോടും പാലക്കാടും വരുന്നത്. അതേ വർഷം തന്നെ ആലപ്പുഴ ജില്ലയും വരുന്നുണ്ട്. തൊട്ടടുത്ത വർഷം 58 എറണാകുളം ജില്ല വരുന്നു. 69 11 വർഷം കഴിഞ്ഞ് മലപ്പുറം ജില്ല വരുന്നു. 72 3 വർഷം കഴിഞ്ഞ് ഇടുക്കി ജില്ല വരുന്നു. 8 വർഷം കഴിഞ്ഞ് 80 പാലക്കാട് ജില്ല വരുന്നു. 2 വർഷം കഴിഞ്ഞ് 82 പത്തനംതിട്ട ജില്ല വരുന്നു. അതിന് തൊട്ടടുത്ത 2 വർഷം കൂടി കഴിഞ്ഞ് കാസർഗോഡ് ജില്ല വരുന്നു. 84 ശേഷം 41 വർഷം കഴിഞ്ഞിട്ട് കേരളക്കരയിൽ പുതിയ ഒരു ജില്ല രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മനസ്സിലാക്കേണ്ട സംഗതി, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ 40 കൊല്ലത്തിനിടക്ക് ജനസംഖ്യ ആനുപാതികമായി ഭൂവിസ്തൃതിയൊക്കെ ബന്ധപ്പെട്ട് ജില്ലകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അത്തരത്തിലൊരു വാദമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയത്തിലാണ് ഇപ്പോൾ നമ്മൾ അഭിപ്രായ രൂപീകരണം നടത്തിയത്. സമസ്ത മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം, അത് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത സാഹചര്യത്തിൽ മുന്നണികൾക്കിടയിൽ
ജില്ലയിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യം വീണ്ടും ഉയരുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ US ഇന്ത്യ കരാർ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. ഇന്ത്യ കുറയ്ക്കുന്നത് കാർഷിക മേഖലയിലെ തീരുവകളടക്കം എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്ത് വരുന്നത്. റഷ്യൻ എണ്ണ വാങ്ങിയാൽ അധിക തീരുവ ഒഴിവാക്കാം. റഷ്യൻ എണ്ണ വാങ്ങിയാൽ അധിക തീരുവ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന് US മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 0 തീരുവയൊക്കെയുള്ള പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതുണ്ട്. ഇടക്കാല കരാറുമായി ബന്ധപ്പെട്ട് മാർച്ചിൽ അതിൻ്റെ രൂപരേഖ വരുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പൊതുവെ വിലയിരുത്തപ്പെടുന്ന US അനുകൂലമായ പല കാര്യങ്ങളും ഉണ്ടോ, ഇന്ത്യക്ക് വേണ്ട പ്രയോജനം ഇതിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇളവ് നൽകുന്നതും നൽകാത്തതുമായ വിഭവങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് അടക്കം പുറത്തു വരുന്നുണ്ട്. അതിപ്പോൾ ചോളം, അരി, ഗോതമ്പ്, പഞ്ചസാര അടക്കമുള്ള വിഷയങ്ങൾ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. മത്സ്യവും ഡയറി, പോൾട്രി, സോയാബീൻ എന്നിവയ്ക്ക് ഇളവുണ്ടാകും. ഇളവ് നൽകാത്തത് അത് ഇന്ത്യയുടെ പരമ്പരാഗത മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ഒപ്പം തുറന്നു കൊടുക്കുക വൈൻ, മദ്യം, സോയാബീൻ, എണ്ണ, ആപ്പിൾ, പരുത്തി, പിസ്ത, ബദാം, പയറുവർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് തീരുവ പൂർണ്ണമായും ഇല്ലാതാകും എന്നുള്ളതുകൊണ്ട് നമുക്ക് അരിയും ഗോതമ്പും അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാണ് ഇതിനെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അടക്കം പ്രതിരോധിക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇവിടെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതൽ വ്യാപകമായി ചർച്ചയുണ്ട് ഇക്കാര്യങ്ങളിൽ. കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇന്ത്യ ഏകപക്ഷീയമായി വഴങ്ങുകയായിരുന്നു അമേരിക്കയ്ക്ക് എന്നുള്ളത് ധനകാര്യ മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയൊക്കെ വിശദീകരണമുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് അല്ലേ കാര്യങ്ങളിൽ? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി ഈ ഇന്ത്യയും അമേരിക്കയും വ്യാപാരം ചെയ്യുന്ന ഈ കാർഷിക വിളകളുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും ഒരു വ്യക്തത ലഭിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയും US ഒരു സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടതോടെയാണ്. ഇതിൽ ഇപ്പോൾ നിലവിൽ ഈ വ്യാപാര കരാറിൽ ഉൾപ്പെട്ട കാർഷിക വിളകളെ പറ്റി ഏകദേശ ഒരു ധാരണ ഇത് കാരണം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ നികുതി ഇളവും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നികുതി എടുത്തു കളയുന്നതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെന്ന് പറയുന്ന പ്രധാനമായിട്ടും ചുവന്ന ചോളം, അതുപോലെ നിലക്കടല, ബദാം, പഴവർഗ്ഗങ്ങൾ, സോയാബീൻ, ഓയിൽ, വൈൻ, സ്പിരിറ്റ്, പിന്നെ ചില മദ്യ ഉൽപ്പന്നങ്ങൾ, ചില പയർവർഗ്ഗങ്ങൾ എന്നിവയ്ക്കാണ് ഈ നികുതി പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് കുറയ്ക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇനി US നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ കടുത്ത നിയന്ത്രണം അല്ലെങ്കിൽ വളരെയധികം കനത്ത തീരുവ ഉൾപ്പെടെ ചുമത്തുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നലെ വൈകിട്ട് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അതിലുൾപ്പെടെ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളായിരുന്നു, ഈ നിയന്ത്രണമുള്ള വസ്തുക്കൾ. അതായത് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ സ്വയം പര്യാപ്തമായ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ കൂടുതൽ ഉൽപ്പാദക ശേഷിയുള്ള കൂടുതൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതൊന്നും തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യില്ല. ഇവിടെ കർഷകർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ അതിനെല്ലാം കർശന നിയന്ത്രണം ഉണ്ടാകും എന്ന് പീയൂഷ് ഗോയൽ എടുത്തു പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇതിനു മുൻപേ യൂറോപ്പുമായി ഇന്ത്യ വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അടക്കം പല തരത്തിലുള്ള കർഷക സംഘടനകളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നതാണ്. ഈ ആപ്പിളിൻ്റെ വിപണിയെപ്പറ്റി പല ആശങ്കകളും ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഇന്നലെ പുറത്തു വന്ന സംയുക്ത പ്രസ്താവനയിൽ ഈ ആപ്പിളിൻ്റെ കാര്യം പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഈ വ്യാപാര കരാർ മുഖേന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ നിയന്ത്രണമുള്ള വസ്തുക്കളെന്ന് പറയുന്നത് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുക്കളും പൂർണ്ണമായിട്ടും ഈ വ്യാപാര കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പാൽപ്പൊടി, തൈര്, ബട്ടർ, മിൽക്ക്, വെണ്ണ, നെയ്യ്, ചീസ്, പനീർ തുടങ്ങിയിട്ടുള്ള യാതൊരുവിധ പാലുൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യില്ല. ഇത് മുൻപ് നരേന്ദ്രമോദി ഉൾപ്പെടെ പല വേദികളിലും സൂചിപ്പിച്ചു. ഇന്ത്യയിലെ ക്ഷീര കർഷകരുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കും, അവർക്ക് സംരക്ഷണം നൽകും എന്നുൾപ്പെടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു പ്രസ്താവനയിൽ പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയതിൽ പറയുന്നുണ്ട്. ഈ സാധനങ്ങളൊന്നും ഈ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നങ്ങളും ഈ വ്യാപാര കരാറിൽ വരുന്നില്ല. ഇത് സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, സോയാബീൻ
സോയാബീൻ, ഉള്ളി, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, കടല, ബീൻസ് എന്നീ ഉൽപ്പന്നങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, പിന്നെ ജനിതകമാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ ഇവയും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രത്യേക നിയന്ത്രണമുണ്ടാകും. ഇനി കർശന നിയന്ത്രണങ്ങളോടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ കൂടിയുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് തേയില, ഓറഞ്ച്, മാമ്പഴം, പ്ലം, വാഴപ്പഴം എന്നീ ഉൽപ്പന്നങ്ങൾ. ഇതിൽ ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. തേയില, അതുപോലെ തന്നെ വാഴപ്പഴം, ഓറഞ്ച് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യയിൽ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇന്ത്യയിൽ അതിന് പ്രത്യേക മാർക്കറ്റ് അടക്കമുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെ ഇറക്കുമതി ചെയ്താൽ ഇവിടെയുള്ള കർഷകരെ ബാധിക്കില്ലേ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്ത തരം തേയില ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്ത പ്രത്യേക ഇനം ഓറഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വിഭാഗം വഴി ഇറക്കുമതി ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അജയ്, ഇപ്പോൾ ഡോക്ടർ ഷൈജിമോൻ, സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ഷൈജിമോൻ, അവ്യക്തതകൾ, ആശയക്കുഴപ്പങ്ങൾ ധാരാളമുള്ള ഒരു കരാറാണ് എന്നാണ് ഒരു വിലയിരുത്തൽ. കാരണം ഇന്ത്യ പൂർണ്ണമായും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം തീരുവ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഇതുപോലുമുണ്ട് അമേരിക്കയെ ബന്ധപ്പെട്ട്. പക്ഷേ നേരത്തെ ഉയർത്തിയ തീരുവ മാത്രമാണ് അമേരിക്ക കുറയ്ക്കുന്നത്. അത് ആത്യന്തികമായി ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് പ്രധാനം. രഞ്ജിത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു ഫ്രെയിം വർക്കാണ്, ഒരു ചട്ടക്കൂടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കരാറ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമെന്നാണ് ഇനി വരും ആഴ്ചകളിലാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ആഴ്ചയോട് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, എനിക്ക് തോന്നുന്നത് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, മുന്നോട്ട് പോകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കരാറാണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് $500 ബില്യൺ അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ വ്യാപാരം നടത്തും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പല ഡിഫൻസ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമെന്ന് പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി തിരിച്ച് നമ്മൾ ഈ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച, രഞ്ജിത്ത് ഇപ്പം കുറച്ചു നേരമായിട്ട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, നമ്മുടെ പ്രോഡക്ട്സിന്റെ തീരുവകൾ മൊത്തത്തോടെ ഉള്ളത് നമുക്കറിയാം 50% കൂട്ടിയിരുന്നു. നേരത്തെ 25% എന്നുള്ളത്, അതിൽ 25% ഇപ്പൊ തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ പിഴ ചാർജ് എന്ന് പറഞ്ഞ് നമ്മുടെ റഷ്യ ആയിട്ടുള്ള എണ്ണ ഡീലിംഗുമായിട്ട് ബന്ധപ്പെട്ടത് ഓൾറെഡി മാറ്റി. അടുത്ത ആഴ്ചയോടുകൂടി 25% നിന്ന് 18% ആക്കുമെന്ന് പറഞ്ഞു ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ടാക്സ്. ഇതിൽ തന്നെ നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല പ്രോഡക്ട്സും ഇന്ത്യയിൽ നിന്ന് US കയറ്റുമതിയുന്നത് 0 ഡ്യൂട്ടിയിലേക്ക് എത്തി. അതായത് ഇപ്പൊ ജെംസ് ആൻഡ് ജുവലറി നമ്മൾ നോക്കിയാൽ നമ്മുടെ എക്സ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ജെംസ് ആൻഡ് ജുവലറി, ഡയമണ്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതുപോലെ തന്നെ മെഷീനറി പാർട്സ്, അല്ലെങ്കിൽ എഞ്ചിന്റെ പാർട്സ്, ഓട്ടോമോട്ടീവ് പാർട്സ്. ഈ ഓട്ടോമോട്ടീവ് പാർട്സ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ടാരിഫ് വേരിയേഷൻ വന്നപ്പോൾ അത് വളരെ വലിയ ഇഷ്യൂ ആയി. അപ്പം അവിടുത്തെ കാറുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഓട്ടോമോട്ടീവ് പാർട്സ് കൂടുതലായിട്ട് അതൊക്കെ 0 ഡ്യൂട്ടിയാണ്. അപ്പൊ അങ്ങനെ 0 ഡ്യൂട്ടി ആക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, നമ്മുടെ ഇവിടുത്തെ ഉൽപാദനം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടുകയും, അങ്ങനെ കൂടുമ്പോൾ നമ്മുടെ MSMEs, ചെറുകിട ഇടത്തര ഇൻഡസ്ട്രീസ് വളരെ പരിപോഷിക്കപ്പെടും. അത് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഇനി അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കാര്യത്തിൽ വന്നാൽ, നമ്മുടെ കയറ്റുമതി കാര്യത്തിൽ 0 ഡ്യൂട്ടി ഏർപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. അതായത് സ്പൈസസ്, ടീ, കോഫി, കൊപ്ര, കോക്കനട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെജിറ്റബിൾ ഓയിൽസ്, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ്, സെവറൽ ഫ്രൂട്ട്സ് ഐറ്റംസ്, ബനാന, ഈ ഗുവ, മാംഗോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നും മറ്റ് സൗത്ത് അമേരിക്കൻ കൺട്രീസിൽ നിന്നുമാണ് അമേരിക്കയിലേക്ക് കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവർക്കൊക്കെ ടാക്സ് കൂടുതലും, നമുക്ക് 0 ടാക്സിലേക്ക് വരുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ ഒരുപാട് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള കർഷകർ, അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ഒരുപാട് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇമ്പോർട്ട്സ് നോക്കിയാൽ, ഈ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇമ്പോർട്ട്സ്, ഇപ്പൊ ആപ്പിൾസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചു. പക്ഷെ ആപ്പിൾസിന്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര ശതമാനമാണ്, മുഴുവൻ 0-യിലല്ല പറഞ്ഞിരിക്കുന്നത്, എത്ര ശതമാനമാണ് കുറയ്ക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോ കാശ്മീറും അല്ലെങ്കിൽ ഹിമാചലിലും ഒക്കെ ആപ്പിൾ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇത് ബ്രാൻഡഡ് ആപ്പിൾസ് നമുക്ക് ഇപ്പൊ തന്നെ വരുന്നുണ്ട്. മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് ആപ്പിൾസ് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ടാക്സ് കുറയ്ക്കുമെന്ന് പറയും. നമ്മുടെ ഏറ്റവും വലിയ വറി ഈ DDCS എന്ന് പറയപ്പെടുന്ന ഈ ചോളത്തിൽ നിന്നുണ്ടാക്കുന്ന ഈ ഫീഡുകൾ, അതായത് ഈ ഫീഡുകൾ, അതിൽ ഒരു ചോളം കർഷകരെ ബാധിക്കുമെന്ന് പറയുന്നു. പക്ഷെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ പറ്റി ഇനി കൂടുതലായിട്ട് അതിന്റെ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. പിന്നെ ഈ നട്ട്സ് പൊതുവേ നമ്മളിപ്പം രാജ്യത്ത് വളരെ ഡിമാൻഡ് കൂടുകയാണ്. നമ്മൾ പ്രോഗ്രസീവ് ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ജനങ്ങൾ ഇപ്പൊ ഒരുപാട് നട്ട്സ്, ഈ വാൾനട്ട്, അല്ലെങ്കിൽ പിസ്റ്റ, ആൽമണ്ട്സ്, ഇങ്ങനെയുള്ള സംഗതി, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ടാക്സ്, ഇതെല്ലാം കൂടുതൽ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്.
അപ്പൊ ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ടാക്സസ് ഒരുപാട് കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഹാർട്ട് ട്രീറ്റ്മെന്റ്, ന്യൂറോളജിക്കൽ ട്രീറ്റ്മെന്റ്, കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ സംഗതികൾ, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, കമ്പ്യൂട്ടറിന്റെ ഉപകരണങ്ങൾ, ഇതിന്റെ ഒക്കെ ടാക്സസ് കുറയ്ക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് സംഗതികൾ നമുക്ക് BPOസും ഒക്കെ ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഇടയാക്കും. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും സന്തോഷം ഉള്ള കാര്യമാണ് കേരളത്തിന്റെ ഒരുപാട് മേഖലകൾ എക്സ്പോർട്ട്, പ്രധാനമായിട്ട് എക്സ്പോർട്ട് ഉള്ള ഏരിയകളിലെല്ലാം കേരളത്തിന് ഒരുപാട് ഇപ്പൊ സീ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, കോക്കനട്ട്സ്, കോഫി, ഇങ്ങനെയുള്ള സംഗതികൾക്കെല്ലാം, അതുപോലെ തന്നെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ എക്സ്പാൻഷനൊക്കെ കേരളത്തിൽ ഒരുപാട് വരുമാനം ജനറേറ്റ് ചെയ്യാനും ഇൻകം ജനറേറ്റ് ചെയ്യാനും ഇൻഡസ്ട്രി ഒരുപാട് പരിപോഷിക്കപ്പെടുന്നതിനും ഇത് സഹായിക്കുമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. അപ്പൊ ഓവറോൾ ഞാനിപ്പോ പെട്ടെന്ന് അപ്പൊ അതിന്റെ ട്രീറ്റി ആയിട്ട് വരണം, ട്രീറ്റി ആയിട്ട് സൈൻ ചെയ്ത ട്രീറ്റി വന്നാലേ നമുക്കത് എങ്ങനെ എഫക്റ്റീവ് ആണെന്ന് ഗവൺമെന്റിന് ഇറക്കാൻ പറ്റുള്ളൂ. ഇപ്പം പറയുന്നത് ഒരു ഫ്രെയിം വർക്ക്, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഫ്രെയിം വർക്ക് പുറത്തുവിട്ട് ഇപ്പൊ മീഡിയയും ജനങ്ങളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അത് എങ്ങനെയാണ് അതിന്റെ എന്തൊക്കെ റിയാക്ഷൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം മേ ബി ഒരു മാർച്ചോട് കൂടി പൂർണ്ണമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നന്ദി ശ്രീ ഷൈജമോൻ. താങ്കളുടെ പ്രതികരണത്തിന് ശ്രീ MS വേണുഗോപാൽ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MS വേണുഗോപാൽ, ഇപ്പോൾ ഒരു ഫ്രെയിം വർക്ക് അത് പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് അത്തരത്തിൽ പൂർണ്ണമാകുമ്പോൾ മാത്രം ആകുമോ ഇപ്പോൾ ഉണ്ടാകുന്ന അവ്യക്തതകൾ പരിഹരിക്കപ്പെടുക? ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആശങ്കകളും പ്രതിപക്ഷമടക്കം ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തുന്നതുമൊക്കെ പരിഹരിക്കാൻ സർക്കാരിനാകുമെന്ന് പ്രതീക്ഷിക്കണം. അല്ല, ഇതിനകത്ത് ആശങ്കയ്ക്ക് ഒരു വകയുമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ആയിരുന്നു US. ആ US നഷ്ടപ്പെട്ടതോടുകൂടി നമ്മൾ വളരെ വിഷമത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ട് സെന്റർ തന്നെ നമുക്കില്ലാതായി. ടെക്സ്റ്റൈൽസ് ആയാലും, ലെതർ ഗുഡ്സ് ആയാലും, നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ആയാലും, ജ്വല്ലറി ആയാലും, ജെംസ് ആയാലും എല്ലാത്തിലും നമുക്ക് അടി കിട്ടുന്ന ഒരു സംഗതിയാണ് വന്നത്. നമ്മൾ മറ്റ് പല മാർക്കറ്റുകൾ സെർച്ച് ചെയ്തെങ്കിലും അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് പൂർണ്ണമായിട്ടും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 മാസം കൊണ്ടോ നമുക്ക് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സന്ദർഭത്തിൽ നമുക്ക് US മാർക്കറ്റ് തിരിച്ചു വന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മിറക്കിളാണ്. ആ മിറക്കിൾ സംഭവിച്ചത് നാം ബാധി ദൈവം ബാധി എന്ന് പറയുന്നത് പോലെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഒരു വലിയ വർക്കാണ്. ആ വർക്ക് വഴി UK നമ്മൾ ആദ്യം കയ്യിലെടുത്തു. ആ UKയുടെ വിശ്വാസ്യത നേടിക്കൊണ്ട് UKയിലുള്ള ഫ്രീ ട്രേഡ് അടക്കമുള്ള വ്യാപാരം വന്നതോടുകൂടി അത് യൂറോപ്യൻ യൂണിയന് മൊത്തത്തിൽ നമ്മളോടൊരു സ്നേഹബന്ധം വന്നു. ആ സ്നേഹബന്ധം എന്ന് പറയുന്നത് അവരുടെ തകർന്ന ചില എക്കോണമിയിലെ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഈ ട്രേഡ് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആ ഉപകാരം അവര് യൂസ് ചെയ്തു. അത് നമ്മളിപ്പോ യൂറോപ്യൻ യൂണിയനുമായിട്ടും എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രംപിന് മറ്റൊരു മാർഗമില്ല. US മൊത്തത്തിൽ യൂറോപ്യൻ യൂണിയൻ വരെ ഇന്ത്യയുമായി സഹകരിക്കുന്നു എന്നുള്ളത് വന്നപ്പോൾ ട്രംപ് ചെയ്തത് വലിയൊരു അബദ്ധമാണ് എന്നുള്ള ഒരു വിശകലനമാണ് അവിടുത്തെ പത്രമാധ്യമങ്ങൾ അടക്കം നടത്തിയത്. അതിൽ നിന്ന് തലയൂരാനാണ് അദ്ദേഹം 500 ബില്യന്റെ ട്രാൻസാക്ഷൻ നടക്കും, ഞങ്ങൾ ഇപ്പോ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കും, ഇന്ത്യയിലേക്ക് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അടക്കം മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും, അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള കരാർ റദ്ദ് ചെയ്തുകൊണ്ട് സീറോ ഓയിൽ ഇമ്പോർട്ട് ആയിട്ട് നമ്മൾ മാറ്റും എന്നൊക്കെ നമ്മൾ എന്നൊക്കെ ട്രംപ് പറഞ്ഞത്. അതൊന്നും സത്യത്തിൽ ഫലവത്താകുന്ന കാര്യങ്ങളല്ല. കാരണം ഒരു ട്രീറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാവുന്നതല്ലേ. ഇപ്പൊ നമ്മൾ അമേരിക്കയുമായിട്ട് ട്രീറ്റി ഉണ്ടാക്കി, അല്ലെങ്കിൽ റഷ്യയുമായിട്ടൊരു ട്രീറ്റി ഉണ്ടാക്കി. ആ ട്രീറ്റി ഒരു ദിവസം രാവിലെ ഏതെങ്കിലും ഒരു രാജ്യം പറയുന്നത് കേട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാജ്യം പോലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പാർലമെന്റ് നാളെ ഒരു തീരുമാനം എടുക്കുകയാണ്, നാളെ മുതൽ നമ്മളിപ്പോ നടത്തിയിരിക്കുന്ന എല്ലാ ട്രേഡുകളും കട്ട് ചെയ്യണമെന്ന് അത് പറ്റില്ല. അത് നമുക്ക് സമയബന്ധിതമായി നിർത്താം, പക്ഷെ നിർത്തുന്നതിന് പോലും സമയബന്ധിതമായേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ നമ്മൾ പൂർണ്ണമായും നിർത്തുക ഇല്ല എന്നുള്ളത് അമേരിക്കയ്ക്കും ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ രണ്ടാമത്തെ ഓയിൽ ഇമ്പോർട്ട് മാർക്കറ്റാണ്. ആ മാർക്കറ്റിൽ കൂടുതൽ ബലം പിടിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് അമേരിക്ക അറിയാം. ശരി, നന്ദി ശ്രീ MS വേണുഗോപാൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു അന്തിമ രൂപരേഖയാകുമ്പോൾ അതിലൊരു കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കടന്നാൽ, ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ ചില പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ട്രംപിന് ഇനി 4 മാസം കൂടി മാത്രമാണ് ആയുസ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ആ തരത്തിൽ ഇപ്പോൾ ചില അഭിമുഖങ്ങളിൽ ഒരു വിദഗ്ധൻ, അതായത് ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആദം ജെയിംസ്
പറയുന്നത്. US രാഷ്ട്രീയ നിരീക്ഷകൻ ഡേവിഡ് പാക്മാനുമായുള്ള അഭിമുഖത്തിലാണ് ഈ വിചിത്രമായ അവകാശവാദം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തായുള്ള ചില പെരുമാറ്റ രീതികൾ, ചില ഓർമ്മക്കുറവുകൾ, കൈകളിലുള്ള അസാധാരണമായ ചതവുകൾ, പൊതുപ്രസംഗങ്ങളിൽ അവ്യക്തവും പരസ്പര ബന്ധമില്ലാത്തതുമായ കാര്യങ്ങൾ പറയുന്നത് ഒക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങളും മേക്കപ്പ് ഉപയോഗിച്ച് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിശദീകരണമൊക്കെയാണ് നൽകുന്നത്. ചില പ്രസംഗങ്ങളൊക്കെ അണികളെ ആശയക്കുഴപ്പത്തിലാക്കുകയും മറ്റും ചെയ്യുന്നു, പൊതുസ്ഥലങ്ങളിൽ മയങ്ങിപ്പോകുന്നു, മാധ്യമങ്ങളെ നേരിടുമ്പോൾ സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാകുന്ന പശ്ചാത്തലമൊക്കെയാണ് ഈ ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ് സുധാ ബിജു, ട്രംപിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് കാര്യങ്ങൾ ട്രംപുമായി ബന്ധപ്പെട്ട് പൊതുമധ്യത്തിലുണ്ട്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നം, പക്ഷാഘാത ലക്ഷണം, പ്രസംഗത്തിനിടയിൽ മയങ്ങിപ്പോകുന്നു, ചില അവ്യക്തമായ കാര്യങ്ങൾ പറയുന്നു, ചതവുകൾ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ തന്നെ നല്ല പ്രായമുള്ള ഒരു വ്യക്തിത്വമാണ് ട്രംപ് എന്ന് നമുക്കറിയാം. ഈ പ്രശ്നങ്ങളുണ്ട് എന്നതിന് എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? വൈറ്റ് ഹൗസ് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? വൈറ്റ് ഹൗസ് ഇത്തരത്തിലുള്ള എല്ലാതരം റൂമറുകളും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ട്രംപ് തന്നെ ഇതിനു മുൻപേ ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം വാൾസ്ട്രീറ്റ് ജേർണലിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ട്രംപ് ഇത്തരത്തിൽ വന്നിട്ടുള്ള അഭ്യൂഹങ്ങളെ പാടെ തള്ളിക്കളയുന്നത്. എന്നാൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 28 ഒരു പോഡ്കാസ്റ്റിൽ ഒരു പ്രമുഖ ഫിസിക്കൽ തെറാപ്പിസ്റ്റായിട്ടുള്ള ആദം ജെയിംസ് ട്രംപിൻ്റെ ഈ ആരോഗ്യസ്ഥിതിയെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അദ്ദേഹം ഒരു US രാഷ്ട്രീയ നിരീക്ഷണമാക്കിയിട്ടുള്ളത് ഈ ഡേവിഡ് പാക്മാൻ്റെ അഭിമുഖങ്ങൾ, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോകൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹം കൂടുതലായിട്ട് ട്രംപിനെ വിമർശിക്കുന്ന വീഡിയോകൾ, അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള മറ്റ് നേതാക്കളെ വിമർശിക്കുന്ന വീഡിയോകളെല്ലാമാണ് തൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഏതാണ്ട് അതേ ഒരു പാറ്റേണിലുള്ള വീഡിയോ തന്നെയാണ് ഈ പറയുന്ന ഡോക്ടറായിട്ടുള്ള ഈ ആദം ജെയിംസുമായിട്ടുള്ള അഭിമുഖം എന്നും കാണാൻ സാധിക്കും. ഈ ആദം ജെയിംസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ട്രംപിൻ്റെ അടുത്തിടെ പല പൊതുവേദികളിലുമുള്ള പെരുമാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ മാസം നടന്ന വേൾഡ് എക്കണോമിക് ഫോറം ഉണ്ട്. അപ്പോൾ ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ട്രംപിൻ്റെ പ്രസംഗം പലർക്കും അത്ര വ്യക്തമായില്ല. പല കാര്യങ്ങളും മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്, പല കാര്യങ്ങളും എടുത്തു സൂചിപ്പിച്ചത്. അതുമാത്രമല്ല, അടുത്തിടെ ഈ ഗ്രീൻലാൻഡ് വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഗ്രീൻലാൻഡിനെ ഐസ്ലാൻഡായി വിശേഷിപ്പിക്കുകയും ഐസ്ലാൻഡിന് പകരം അതിന് ഗ്രീൻലാൻഡായി വിശേഷിപ്പിക്കുകയും ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് നേരെ കളിയാക്കലുകളായിട്ടൊക്കെ വന്നിരുന്നു. പിന്നെ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് ഉറങ്ങുക, കോട്ടുവായിടുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ മറുപടി പറയുക, അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അടുത്തിടെ വൈറ്റ് ഹൗസിൽ വെച്ച് തന്നെ ഒരു പത്രസമ്മേളനം നടത്തുന്നതിനിടെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നം നേടുകയും അദ്ദേഹം അത് തൻ്റെ സെക്രട്ടറിയോട് സൂചിപ്പിക്കുകയും പിന്നീട് കരോലിൻ ലെവിറ്റും പിന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് മാധ്യമങ്ങളോട് മറുപടി പറയാൻ മറ്റൊരു റൂമിലേക്ക് അവരെ കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ട്രംപിൻ്റെ അനുയായികളായിട്ടുള്ള കരോലിൻ ലെവിറ്റ് ഉൾപ്പെടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവിടെ നിന്ന് പിന്നീട് എഴുന്നേറ്റ് പോകുന്ന ഒരു കാഴ്ച ഉൾപ്പെടെ കാണാൻ സാധിച്ചു. പിന്നെ അടുത്തിടെ ഒരു റെഡ് കാർപ്പറ്റ് ഇവൻ്റ് ഉണ്ടായിരുന്നു. ആ റെഡ് കാർപ്പറ്റ് ഇവൻറ്റിൽ വെച്ച് ട്രംപ് മുടന്തി നടക്കുന്ന ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുണ്ടായ ഒരു പക്ഷാഘാതം കാരണമാണ് ഇത്തരത്തിൽ മുടന്തി നടന്നതെന്നാണ് ഈ ഡോക്ടർ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തലച്ചോർ ചുരുങ്ങുന്ന ഒരു രോഗമാണ് ട്രംപിന് ഉണ്ടായിട്ടുള്ളത്. ഇത് കാരണം തലച്ചോറിലെ കോശങ്ങൾ ഓരോന്നായി നശിക്കുകയും അടുത്ത 4 വർഷം മാത്രമേ അദ്ദേഹത്തിന് ആയുസുള്ളൂ എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളൊക്കെയാണ് ഈ ഡോക്ടർ നടത്തുന്നത്. എന്നാൽ ഇതിലൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ട്രംപിനിപ്പോൾ നിലവിൽ 79 വയസ്സാണ്. ഇനി അടുത്ത അദ്ദേഹം കാലാവധി കഴിഞ്ഞ് ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സാകും. അതോടുകൂടി അമേരിക്കയിൽ ഏറ്റവും പ്രായമായ പ്രസിഡന്റ് എന്നുള്ള ഒരു ഖ്യാതി അത് ട്രംപിനെ തേടിയെത്തും. ഇതിന് മുമ്പേ ആ ഖ്യാതി ഉണ്ടായിരുന്നത് ജോ ബൈഡൻ ആയിരുന്നു. എന്തായാലും ഈ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാവിധ റൂമറുകളും ട്രംപ് നിലവിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റൂമറുകൾ എന്നാൽ ഓരോ ദിവസവും വീണ്ടും സജീവമായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കും. അജയ് സുധാപിച്ചു വിവരങ്ങൾ പങ്കുവച്ചതിന്. നമുക്ക് 9 മണി വാർത്ത തുടരും. നിരവധി വാർത്തകളുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം. ആന്റോ ആന്റണി MP അന്വേഷണ കുരുക്ക്. 2 കേസുകൾ, 2 തരത്തിലുള്ള അന്വേഷണ ഏജൻസികളാണ് ആന്റോ ആന്റണി MP പിറകെ ഉള്ളത്.
ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടൂർ പ്രകാശിന് പിന്നാലെ ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കമെങ്കിൽ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിയെന്നായിരുന്നു NM രാജുവിന്റെ വെളിപ്പെടുത്തൽ. പോറ്റിയുമായുള്ള അടുപ്പം ചോദിച്ചറിയുകയാണ് SITയുടെ ലക്ഷ്യം. നവമി ദിനേശും സാരംഗ് സുധാകരനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഈ നെടുമ്പറമ്പിൽ ബാങ്കുമായുള്ള പണമിടപാട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. 2 കോടി രൂപ വാങ്ങിയെന്നാണ് ആരോപണമുയർന്നത്. ഒരുപാട് ചോദിച്ചപ്പോഴാണ് 20 ലക്ഷം രൂപ മടക്കി നൽകിയത്. പിന്നീട് നെടുമ്പറമ്പിൽ ബാങ്കിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ആന്റോ ആന്റണി സമ്മതിക്കുന്നു. പക്ഷേ തുക വ്യക്തമാക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടാണ് എന്ന വിശദീകരണം വരികയാണ്. എന്തൊക്കെ പറഞ്ഞാലും EDക്ക് അന്വേഷിക്കാവുന്ന കേസാണ്. സാമ്പത്തിക ഇടപാട് ഉണ്ടെങ്കിൽ അത് അനധികൃതമാണെങ്കിൽ. രഞ്ജിത്ത്, ആന്റോ ആന്റണിക്കെതിരായിട്ടുള്ള അന്വേഷണം അതിൽ EDയുടെ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഇന്നലെയാണ് ഈ രാജു ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയത്. NM രാജു ഇന്നലെ പത്രസമ്മേളനത്തിലായിരുന്നു ആന്റോ ആന്റണിക്ക് താൻ പണം നൽകി, അത് 2 കോടി രൂപയാണ് നൽകിയത്. പക്ഷേ 20 ലക്ഷം രൂപയാണ് അത് തിരികെ നൽകിയത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും തന്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ ആയിട്ട് നിരന്തരം വന്നിരുന്നു. അവിടെ വെച്ച് തനിക്ക് വലിയ സാമ്പത്തിക പ്രശ്നമാണ്, തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്, പണം നൽകി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു ഈടുമില്ലാതെയാണ് 2 കോടി രൂപ നൽകിയതെന്നാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ രാജു പറഞ്ഞത്. പക്ഷേ അത് നേരത്തെ തന്നെ EDയോടും ക്രൈംബ്രാഞ്ചിനോടും അക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം ആന്റോ ആന്റണി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ പണം വാങ്ങി, പക്ഷെ എത്ര രൂപയാണ് വാങ്ങിയതെന്നതിൽ മറുപടി നൽകിയില്ല. ഈ നൽകിയ പണമെല്ലാം തിരികെ നൽകിയിട്ടുമുണ്ട് എന്ന് ആവർത്തിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ED ഈ ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നൊരു കാര്യം കൂടി പുറത്തു വരുന്നത്. ഈ തട്ടിപ്പിലൂടെ ലഭിച്ച, അതായത് NM രാജുവിന്റെ വലിയൊരു തട്ടിപ്പ്, അതിൽ അന്വേഷണം നേരിടുകയാണ്. ED അദ്ദേഹത്തിന്റെ 44.5 കോടിയുടെ ആസ്തി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ആ തട്ടിപ്പിലൂടെ ഈ നിക്ഷേപകരിൽ നിന്നും തട്ടിയെടുത്ത തുക തന്നെയാണ് ആന്റോ ആന്റണിക്ക് അദ്ദേഹം നൽകിയത് എന്നൊരു നിഗമനത്തിലാണ് EDയും എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റോ ആന്റണിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കുവാൻ ED തയ്യാറെടുക്കുന്നത്. അതിൽ ഈ പണം നൽകിയെന്ന് പറയുന്നതിന്റെ തെളിവുകളടക്കം, അല്ലെങ്കിൽ തിരികെ നൽകിയോ എന്നതിന്റെ തെളിവുകളടക്കം ഹാജരാക്കാനായിരിക്കും ആന്റോ ആന്റണിയോട് പറയുക. അതിനു മുൻപ് NM രാജുവിനെ ഒരിക്കൽ കൂടി ED വിശദമായിട്ടുള്ള മൊഴിയെടുക്കും. അന്ന് ആന്റോ ആന്റണിക്ക് നൽകിയ പണത്തിന്റെ തെളിവുകളടക്കം ഹാജരാക്കുവാനും ആവശ്യപ്പെടുകയും ചെയ്യും. എന്തായാലും ആന്റോ ആന്റണിയെ സംബന്ധിച്ച് കുരുക്ക് മുറുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ തുക അതെങ്ങനെയാണ് ലഭിച്ചത്, അത് കൃത്യമായിട്ടുള്ള കണക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ആ കണക്ക് കാണിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മറുപടി പറഞ്ഞേ മതിയാകൂ. എന്തായാലും ആന്റണിയെ സംബന്ധിച്ച് വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ED കടക്കുന്നത്. NM രാജുവിന്റെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ശരി, സാരംഗ് സുധാകരൻ കൂടി ചേരുന്നു. സാരംഗ്, ആന്റോ ആന്റണി ഇന്നലെയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. SIT UDFന്റെ കൺവീനറാണ്. തൊട്ടു പിന്നാലെ KPCC അധ്യക്ഷനാകാൻ ഒരുപക്ഷെ ഇപ്പോഴത്തെ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയാൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആൾ കൂടിയാണ് ആന്റോ ആന്റണി എന്നതും പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്താണ് പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയുകയാണോ ലക്ഷ്യം? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം അടക്കം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് SIT നീങ്ങിയിരുന്നു. ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ അടൂർ പ്രകാശിനെയുമാണ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. പ്രധാനമായും അതായത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാർ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തേക്ക് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതായത് പ്രധാനമായിട്ടും സോണിയാഗാന്ധിയുമായി ചേർന്ന് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളിൽ ആന്റോയും കൂടെയുണ്ട്. മാത്രമല്ല കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത്, അതായത് ഈ ഒരു ബ്രേസ്ലെറ്റ് പോലെ ഒരു ആഭരണം പോലെ ഒരു വസ്തു കെട്ടിക്കൊടുക്കുന്ന ചിത്രത്തിലടക്കം ഈ ആന്റോ അടക്കം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു ആന്റോ ആന്റണി അല്ലെങ്കിൽ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു, അതെങ്ങനെയാണ് സാധ്യമായത്? മാത്രമല്ല ഇത്രയധികം ആരോപണങ്ങൾ നിലനിൽക്കുന്ന വലിയൊരു സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സോണിയാഗാന്ധിയെ കാണാനിടയായി, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് ആര്, എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമികമായ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ SIT ആന്റോയെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്.
ചോദിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും അടൂർ പ്രകാശ് അടക്കം പ്രതികരിച്ചിരുന്നു. താൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടുണ്ട്. യാതൊരുവിധ അസ്വാഭാവികതയും ഇല്ല ഈ നടപടിയിൽ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെയാണ് ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഭരണപക്ഷമടക്കം വളരെ കൃത്യമായി ഉന്നയിക്കുന്ന ഒരു കാര്യമായിരുന്നു. സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ, ഒപ്പം ഈ ഒരു കോൺഗ്രസുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണ്, അതിൽ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടൊരു വിശദീകരണം നൽകുന്നില്ല? ഈ ഒരു ഭരണപക്ഷത്തെ കൃത്യമായി പ്രതികൂട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷം അതിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം കൃത്യമായി വിശദീകരണം നൽകാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈ ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് SIT നീക്കം വരുന്നത്. കഴിഞ്ഞ ദിവസമടക്കം കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്, അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെയും പ്രതികൂട്ടിൽ നിർത്താനുള്ള ഒരു നീക്കമായിട്ടാണ് അവർ കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്താണ് ഈ ഒരു പുതിയ നീക്കവുമായി SIT വരുന്നത്. ശരി സാരംഗ്. എറണാകുളം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ കളമശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ കുടുംബം ആശുപത്രി അധികൃതരുടെ വീഴ്ചയെ തുടർന്നുണ്ടായ കൊലപാതകമെന്ന് ആരോപിച്ച ഭാര്യ റിനി ലാമ നീതി വേണമെന്നാവശ്യപ്പെട്ടു. സൂരജ് ലാമയുടെ മൃതദേഹം കളമശ്ശേരിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്, സംശയമില്ല. ഇത് ആരോപണം എന്താണിപ്പോൾ കുടുംബത്തിൻ്റെ? രഞ്ജിത്ത്, ഗുരുതരമായിട്ടുള്ള വിമർശനം തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഈ കളമശ്ശേരി HMT ഭാഗത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അത് കണ്ടപ്പോൾ തന്നെ കോടതി ആദ്യം ചോദിച്ചത് ലജ്ജ തോന്നുന്നു എന്നാണ്. കാരണം എന്തുകൊണ്ടാണ് പോലീസ് കൃത്യമായിട്ടുള്ളൊരു പരിശോധന നടത്താത്തത്, അന്വേഷണം നടത്താത്തത്? പ്രത്യേകിച്ച് മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഒരു മനുഷ്യനെ, അതും ഈ നാടിനെ കുറിച്ച് അറിയാത്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത്രയും നിസ്സാരനായി പുറത്തേക്ക് വിടുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാതെ പോയതെന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. കാരണം ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു സൂരജ് ലാമയുടെ മകൻ കേരളത്തിലെത്തുകയും തന്റെ പിതാവിന് വേണ്ടി അദ്ദേഹം സ്വയം അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിലൊക്കെ അന്വേഷണം നടത്തി, മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു അന്വേഷണം നടത്തി. പിന്നീടാണ് ഹെബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കെല്ലാം വിഫലമായിട്ടായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. രാവിലെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി നെടുമ്പാശ്ശേരി SHO നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം കളമശ്ശേരി പൊതു ശ്മശാനത്തിൽ സംസ്കാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. അതിനിടയിലാണ് ഭാര്യ വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയത്. റിനി ലാമ പറയുന്നത് ഇത് കേവലം ഒരു മരണമായി കണക്കാക്കരുത്, പകരം ഒരു കൊലപാതകമാണ്. കാരണം ഈ സിസ്റ്റമാണ് തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയ തന്റെ ഭർത്താവിനെ കൃത്യമായിട്ട് സഹായം നൽകിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗതി വരില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ മൃതദേഹം ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു എന്ന വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സൂരജ് ലാമയുടെ ഭാര്യ നേരത്തെ പ്രതികരിച്ചിരുന്നു. വാക്കുകളിലേക്ക് बोल दिया मर गया बोल के नहीं, हमें चाहिए, हम इंसाफ चाहिए, प्लीज हेल्प अस, प्लीज प्लीज केरला प्लीज हेल्प अस फॉर माय हस्बैंड. I'm telling you this is, I'm going for this murder case only. ये हॉस्पिटल का अगर थोड़ा तो भी देखभाल करते तो थोड़ा तो भी एक बॉटल ड्रिंक्स तो भी देता मेरा हस्बैंड बच जाता. 5 to 6 hours he was in this hospital only. They didn't take care anything. Then airport police station, then your airport CLR airport, there also didn't help for my husband. So please help us, for me and my son, to give that respect for my husband. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം. അത് മുംബൈ മേയറായി ഋതു താവ്ഡെ, BJPയിലെ നേതാവ്, അവർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളതാണ്. 44 വർഷത്തിന് ശേഷമാണ് BJPക്ക് അവിടെ മേയർ പദവി കിട്ടുന്നത്. ശിവസേന ഷിൻഡെ പക്ഷത്തെ സഞ്ജയ് ഖഡി ഡെപ്യൂട്ടി മേയറാകും. ER രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാഗേഷ്, വലിയ വിജയമാണ് BJP സഖ്യം, BJP അവിടെ നേടിയെടുത്തത്. നേരത്തെ ശിവസേന BJPക്കൊപ്പം നിൽക്കുന്ന സേനയുടെ ഘടകം മേയർ സ്ഥാനത്തേക്ക് ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ BJP മേയർ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഏതായാലും 44 വർഷത്തിന് ശേഷം മുംബൈയിൽ ഒരു BJP മേയർ ആ പദവിയിലേക്ക് എത്തുകയാണ്. നേരത്തെ 1982-83 കാലയളവിൽ പ്രഭാകർ പായ് ഏതാണ്ട് 1 വർഷക്കാലം മേയറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആദ്യമായി BJPക്ക് ഒരു മേയർ വരികയാണ്. ഏതായാലും
44 വർഷത്തിന് ശേഷമുള്ള ഇത് വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള തീരുമാനത്തിലാണ് BJP ഉള്ളത്. ഋതു താവ്ഡെ ആണ് BJP മേയർ സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുള്ളത്. ഇന്നലെ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിവസമായിരുന്നു. ഇതിൽ മേയർ സ്ഥാനത്തേക്ക് ഋതു താവ്ഡെയും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ശിവസേന ഷിൻഡെ പക്ഷത്തെ സഞ്ജയ് ഘടിയും മാത്രമാണ് പത്രിക നൽകിയിട്ടുള്ളത്. നേരത്തെ ഉദ്ധവ് ഠാക്കറെ വിഭാഗം മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്കൊക്കെ തന്നെ എത്തിയിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുകയായിരുന്നു. കാരണം മറാഠ വിഭാഗത്തിനുള്ള നേതാവാണ് ഋതു താവ്ഡെ. ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഏതായാലും ഉദ്ധവ് ഠാക്കറെ എത്തുകയായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അല്ലെങ്കിൽ നീക്കം മറാത്ത വികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് MNSുമായി രാജ് ഠാക്കറെയുമായി സഖ്യമുണ്ടാക്കിയൊക്കെ തന്നെ മത്സരിച്ചതും മറാഠ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ ശ്രമമൊക്കെ നടത്തിയതും. എങ്കിൽ പോലും അത് വിജയം കണ്ടില്ല. 30 വർഷത്തിന് ശേഷം ശിവസേനയ്ക്ക് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കും പോയി. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ഷിൻഡെ പക്ഷം ഏതായാലും മേയർ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ BJPയുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ഡെപ്യൂട്ടി മേയർ പദവി അതിൽ തൃപ്തിപ്പെടുകയായിരുന്നു ഏതായാലും ഷിൻഡെ. ഏതായാലും ഈ രണ്ടു പാർട്ടികളും ഒന്നിക്കുമ്പോൾ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. 227 കേവല ഭൂരിപക്ഷ 227 ആകെ അംഗബലം. അതിൽ തന്നെ 114 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഈ രണ്ടു പാർട്ടികളും ചേരുമ്പോൾ 118 ഉണ്ട്. ഏതായാലും ഋതു താവ്ഡെ ബുധനാഴ്ച മേയറായി സത്യപ്രതിജ്ഞ ചെയ്യും. രഞ്ജിത്ത്, അതാണ് വിവരങ്ങൾ. ഏതായാലും BJPക്ക് പുതിയ മേയർ മുംബൈയിൽ ഉണ്ടാകുന്നു. ഋതു താവ്ഡെ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. 44 വർഷങ്ങൾക്ക് ശേഷമാണ് BJPക്ക് അവിടെ മേയർ പദവി ലഭിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശിവസേന ഷിൻഡെ പക്ഷത്തെ സഞ്ജയ് ഘടിയാകും ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെടുക. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇതടക്കം നിരവധി വാർത്തകൾ News@9 പ്രേക്ഷകർക്ക് മുന്നിലെത്തി. News@9 പൂർണ്ണമാവുകയാണ്. ഇനി അഭിലാഷ് ചേരും ന്യൂസ് ട്രെൻഡ്സുമായി. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.